ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. സ്ഥലത്തേക്ക് പറഞ്ഞാൽ ഏട്ടൻ്റെയൊക്കെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കവളപ്പാറ ഭാഗത്താണ് കേട്ടോ, പോത്തുകല്ല് ആ ഭാഗത്താണ്. അപ്പോൾ ഏട്ടനെയൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോരാ വിചാരിച്ചു കേട്ടോ. അപ്പോൾ തെങ്ങുമെന്ന് വീണതാണ് കേട്ടോ. അപ്പോൾ കാലിൻ്റെ തുടയ്ക്ക് എല്ല് പൊട്ടും ഒക്കെ ഉണ്ട്, പിന്നെ ഷോൾഡറിനും ചതവോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോരാ വിചാരിച്ചു. നല്ല മഴയാണ് കേട്ടോ അന്ന്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. മോള് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും അമ്മയും അച്ഛനും ഏട്ടനും കൂടിയാണ് അങ്ങനെ പോണത് കേട്ടോ. കുട്ടികൾ പിന്നെ അവിടെ അമ്മേൻ്റെ അനിയത്തി മുത്തൻ തേത്തി ഉണ്ട്. അപ്പോൾ തേത്തീൻ്റെ ഒപ്പം അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഓല് രണ്ടാളും കൂടെ പോന്നാൽ തേത്തി ഒറ്റയ്ക്കാവും വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. മുകളിൽ പിന്നെ രഞ്ജും ഉണ്ടായിരുന്നില്ല, അവൾ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടന് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തേത്തീനെ ഒറ്റയ്ക്ക് ആക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അവർ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാണ്. ഇത് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. പോത്തുകല്ല് ഭൂദാനം എന്നറിയും. അപ്പോൾ ചേച്ചീൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 5 മിനിറ്റ് തന്നെ ഉണ്ടാവില്ല വണ്ടിയിൽ പോവാൻ. അപ്പോൾ അതാ ഞങ്ങൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങിയപ്പോൾ. പിന്നെ അപ്പോൾ ശ്രീലുമോൾ ഒരു കുട കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ വണ്ടിയിൽ തന്നെ വെച്ചതായിരുന്നു കേട്ടോ. ഏട്ടന് പിന്നെ അവിടുത്തെ മോള് ഒരു കുട കൊണ്ടുവന്ന് കൊടുത്തു. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വഴി ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ മോള് വന്നിരുന്നു കേട്ടോ വഴി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് എത്തി. പിന്നെ അതാ ഇത് ഷുഗറിൻ്റെ ഒരു മരുന്ന് ചേച്ചിയൊക്കെ കുടിക്കണത് അങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ ഏട്ടൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവരൊക്കെ പറഞ്ഞാൽ നമ്മളെ വീഡിയോസ് കാണുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം വേറെ ഫങ്ഷനൊന്നും ഇപ്പം അടുത്തൊന്നും ഇല്ല ഞങ്ങൾ കൂടണേ. അപ്പം പിന്നെ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു. എല്ലാവരും കാണുന്നവരല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ വീഡിയോയിലൊക്കെ കാണണമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതായത് ഏട്ടൻ്റെ അമ്മയാണ്, പിന്നെ അത് ഏട്ടൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇത് പിന്നെ പുതിയ വീട് വെച്ചതാണ്. പിന്നെ ഇതിക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് വീട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഏട്ടനെ ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ കവളപ്പാറയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ അടുത്താണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കണ്ടു പോരാ വിചാരിച്ചു കേട്ടോ. പൊതുവേ ഈ ഭാഗത്ത് ഇങ്ങനെ വലിയ കുന്നും മലയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിനാണ് പോവുക. കണ്ടോ, ആ സൈഡിലേക്കാണ് മല ഉള്ളത് കേട്ടോ. അപ്പം ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ ചെറിയ ഭാഗങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ നിർത്താൻ വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞു ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോ ചിലപ്പോൾ കാണും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതാ കണ്ടോ, ആ കാണുന്ന ഒരു മലയാണ് കേട്ടോ. ഇതാ കണ്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അതാ കണ്ടോ, ഫുള്ള് കാടും ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതിന്ന് ഇപ്പം ഇനിയും ഉണ്ട് കുറേ ആൾക്കാരെ കിട്ടാനെന്നിങ്ങനെ ഏട്ടൻ പറയണ്ടായിട്ടോ. കുറേ ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ അതാ കണ്ടോ, നല്ല മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒലിച്ച് വന്ന വെള്ളം ഈ സൈഡിലായിട്ട് തന്നെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെയാണ് വെള്ളം പോയതെന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഇതാ കണ്ടപ്പോൾ ഒരു സങ്കടം അങ്ങനെ തോന്നിയിട്ടോ. എന്തായാലും കുറേ ആൾക്കാരെ ജീവൻ എടുത്ത സ്ഥലമല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അപ്പോൾ ആ തോട് കാണിച്ചു തന്നപ്പോൾ ഞാനെൻ്റെ വീഡിയോ എടുത്തതാണ്. പോണ വഴിക്കലാണ്, നമ്മൾ പോകുമ്പോൾ തന്നെ ആ തോട് കാണും. വെള്ളമൊക്കെ പോയെന്ന് ആ തോടൊക്കെ ഇങ്ങനെ കാണും. അതൊന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് സ്ഥലം. പിന്നെ ഞങ്ങൾ പോണ സ്ഥലത്ത് കണ്ടതാണ്. നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ മഴയായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അച്ഛൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ കണ്ടോ, ഇവിടുത്തോരും തന്നെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതാണ്. കുട്ടികളുണ്ട് കേട്ടോ, ഇവിടെ 2 ആളുണ്ട്. വല്യമ്മേൻ്റെ മകൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ മകനും മരുമകളും ഗൾഫിലാണ്. കുട്ടികൾ 2 ആളും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ, എല്ലാവരും കാണുന്നതാവുമ്പോഴേ. അപ്പോൾ വല്യമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിരിക്കുന്നു കേട്ടോ, പറ്റ മെലിഞ്ഞിട്ടുണ്ട്. ആദ്യം വല്യമ്മയെ മെലിഞ്ഞുകൊണ്ടാണ്. ഇപ്പം പിന്നെ ഒന്നുകൂടെ വയസ്സായപ്പോഴേ. പിന്നെ അവിടെ കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീലൂനെ കണ്ടപ്പോൾ അവൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം എടുത്ത് തന്നതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോരുന്നത്. അന്ന് ശിവേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിന് വീഡിയോസൊന്നും ഞാൻ അതിലിട്ടിട്ടില്ല. അന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു, അത്ര തന്നെ കേട്ടോ. കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കണ്ടേ.
പിന്നെ അപ്പം അന്ന് മന്തിയും ചിക്കനൊക്കെ വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചതൊന്നുമല്ലേ. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കവളപ്പാറയൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു കേട്ടോ. അത് പിന്നെ വല്യമ്മായിൻ്റെ മോളാണ്. പിന്നെ ചേച്ചിക്ക് അങ്കലവാടിയിൽ ആയിട്ടാണ് കേട്ടോ ജോലി ചെയ്യണത്. പിന്നെ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇനി നമ്മുടെ പോണ കാഴ്ചകളാണ് കേട്ടോ. പോകുമ്പോഴും തന്നെ നല്ല കാഴ്ചകളുണ്ട്. കാരണം ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് പിന്നെ അതിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ലോണം എന്താ പറയുക പ്രചരണം നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ പോത്തുകല്ല് അന്ന് മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്ലേസൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പന്തലിട്ടതും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പൂക്കോടുംപാടത്തേക്ക് പോണത് കേട്ടോ. പിന്നെ മൂപ്പരെ കാണാനൊന്നും എന്തായാലും പറ്റിയില്ല. അപ്പം അതാ ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടുന്നൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം പാലുണ്ട ചുങ്കത്രയ്ക്ക് എത്താൻ നേരത്താണ് കേട്ടോ പ്രകടനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പോണ വഴിയിൽ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട്സും കടയിലുണ്ട്. ഇതാ കണ്ടോ ജീരകം മിഠായി, പണ്ടേത്തെ പിന്നെ എന്താ പറയുക പുളിച്ചാറ് എന്നൊക്കെ പറയട്ടോ ഞങ്ങൾ. അപ്പോൾ അതും വാങ്ങി, ഞാനും അമ്മയും പുളിച്ചാറ് വാങ്ങി, അവൾ ജീരക മിഠായിയും വാങ്ങിട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കഷ്ടിച്ചങ്ങോട്ട് രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഞങ്ങൾ ആ വണ്ടീൻ്റെ പുറകെ തന്നെയാണ് പോയപ്പോൾ പെട്ടെന്ന് ബ്ലോക്കിൽ പെടാതെ പോയിട്ടോ. അതാ കണ്ടോ ഇത് പിന്നെ അൻവറിൻ്റെ ആൾക്കാരാണ് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ബാക്കിൽ അൻവർ വണ്ടിയിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനോട് നിങ്ങൾ വണ്ടി നിർത്തുമ്പോൾ അൻവറിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് പോവാന്നൊക്കെ പറയുന്നു കേട്ടോ. അതാ കണ്ടോ പുറത്ത് നല്ല മഴ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അവരിങ്ങോട്ട് ആഘോഷിക്കുന്നതാണ് പറഞ്ഞില്ലേ. ഇപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേയൊക്കെ നല്ല മഴയായിരുന്നു. കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ബൈക്കുമ്പോൾ പോണതും ഇതൊക്കെ കോട്ട പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോണത് ആൾക്കാർ. ഇതാ കണ്ടോ കോട്ടൊക്കെ ഊരിനുണ്ട് ആൾക്കാർ ഇപ്പോൾ മഴയൊന്നും പോയപ്പോൾ. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ സൈഡിൽ കൂടെയും അതുപോലെ തന്നെ കടേൻ്റെ മുന്നിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ചുങ്കത്തരയൊക്കെ കഴിഞ്ഞ് എടക്കര ഒക്കെ എത്താൻ നേരത്താണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ തിങ്കളാഴ്ച അറിയാം, ഞാനിത് പോസ്റ്റ് ചെയ്യണ ദിവസം അറിയാം പിന്നെ ആരാണ് ജയിക്കുക എന്നുള്ളത്. ആര് ജയിക്കുന്ന ഒരു അറിവുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 3 പേരും അല്ല 4 പേരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോ നല്ല പ്രകടനം തന്നെയാണ് നടത്തുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്നൊക്കെ പുകയൊക്കെ പോണത്. എന്തായാലും അവരാഘോഷിക്കട്ടെ അല്ലേ. ആരെങ്കിലും ഒരാളിപ്പോൾ എന്തായാലും ജയിക്കാതിരിക്കൂലല്ലോ, ജയിക്കട്ടെ ആരെങ്കിലും. ഇത് കണ്ടോ ഇത് പിന്നെ ഇടക്കരക്ക് എത്തിയിട്ടാണ് നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. അതിങ്ങനെ വരുന്നതനുസരിച്ചിട്ടാണോ എന്താ അറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വന്നതിൻ്റെ പുറകിലുള്ള ആൾക്കാരാണോ അതും അറിയില്ല. എന്തായാലും അങ്ങാടിയൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഇടക്കര മന്ത്രി വന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പന്തലൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ രാവിലെ അങ്ങോട്ടൊക്കെ ആയിരുന്നു തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ആര് ജയിക്കും എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ടാക്കി തരണം കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കി തരണേ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ, അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ കേക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ താങ്ക് യു.